ഹലോ ഗായ്സ്, നമ്മളപ്പോൾ ഇന്ന് സൂപ്പർ മാർക്കറ്റ് സിമുലേറ്ററാണ് കളിക്കാൻ പോകുന്നത്. സൂപ്പർ മാർക്കറ്റ് സിമുലേറ്റർ ഇതൊരു നല്ലൊരു ഗെയിമാണ്, ഒരു വിഷയം ഗെയിമാണ്. ഇതിപ്പം നമുക്ക് ഈ കടയൊക്കെ ഒന്ന് ചുറ്റി കാണിക്കുക. ഇത് ഈ ബില്ലിംഗ് കൗണ്ടറുണ്ട്, മറ്റേ ഈ സാധനമുണ്ട്, കമ്പ്യൂട്ടറുണ്ട്. കമ്പ്യൂട്ടറിൽ എന്തൊക്കെ ഉണ്ട് ഗായ്സ്, കമ്പ്യൂട്ടറിൽ കുറേ സംഭവമൊക്കെ ഉണ്ട്. ലൈറ്റ് ഉണ്ട്, 4 ലൈറ്റ് എന്തോ ഉണ്ട് ഗൈസ്. 4 ലൈറ്റ്, 4 ലൈറ്റ് ഉണ്ട്. പിന്നെ ഇത് നമുക്ക് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് മാർക്കറ്റിൽ പോയിട്ട് നമ്മുടെ 50 രൂപ ഉണ്ട് ഗൈസ്. 50 രൂപ. നമ്മൾ കുറച്ച് പുവർ പീപ്പിളാണ്. നമ്മുടെ 50 രൂപ ഉള്ളു. നമ്മൾ പിന്നെ റിച്ച് ആവും. വൺ ഡേ, ഒരു നാൾ നമ്മൾ വലിയ റിച്ച് ആവും. അപ്പോൾ സാധനമൊക്കെ ബുക്ക് ചെയ്യാം. പാസ്ത ഒക്കെ ഉണ്ട് ഗൈസ്. പാസ്ത ഫ്ലോറ് സീരിയല്. നമ്മുടെ ഫണ്ടില്ല. ഇപ്പം 43 രൂപ. നമ്മുടെ ഇനി അതൊന്നും മേടിക്കാനുള്ള പൈസ ഇല്ല. നമ്മൾ പൂവർ ഗൈയാണ് ഗൈസ്. നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇത് വെളിയിൽ വരും. എനിക്കറിയാം. നമ്മൾ പണ്ടേ ചെയ്യാന്നറിയാം. ഇത് വെളിയിലോട്ട് വരും ഗൈസ്. നമുക്കിത് വെളിയിൽ നിന്ന് ഇങ്ങനെ എടുക്കണം. സറൗണ്ടിങ് ഒക്കെ കൊള്ളാം ഗൈസ്. അത്യാവശ്യം നല്ല ഗ്രാഫിക്സ് ഒക്കെ ഉണ്ട്. നമ്മൾ ലോയിലാണ് കളിക്കുന്നത്. നമുക്ക് സെൻസി ഒന്ന് സെറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ ലോ ഗ്രാഫിക്സിൽ കളിച്ചിട്ടും അത്യാവശ്യം നല്ല ഗ്രാഫിക്സ് ഒക്കെ ഉണ്ട്. നൈസാണ്. ഇവിടെ വെക്കാനാണ് ഇവർ കാണിക്കുന്നത്. ഓക്കെ, നമുക്കിവിടെ ഇങ്ങനെ വെക്കാം. സൂസു ഷുഗർ. പിന്നെ ഇത് നമുക്കൊണ്ട് ഇതിൽ കളയാനാണ് പറഞ്ഞേക്കുന്നത്. എന്തില്? നമ്മുടെ വേസ്റ്റ് ബാസ്ക്കറ്റിൽ അതിൽ കളയാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ പാസ്റ്റയാണ് വെക്കാൻ പോകുന്നത്. പാസ്ത ഇങ്ങനെ താഴ്ത്ത് വെക്കാം. പാസ്ത. പിന്നെ ഒരു സെറ്റ് പ്രൈസ് ഫോർ ദ പ്രൊഡക്റ്റ്. നമുക്കതിന് ആദ്യം നമുക്ക് എല്ലാ പ്രൊഡക്റ്റും വെച്ചിട്ട് നമുക്ക് പൈസയൊക്കെ സെറ്റ് ചെയ്യാം. എല്ലാം വെക്കാൻ അപ്പാണ് 2-3 ആളുടെ ഉള്ളു. അപ്പോൾ നമുക്കിത് അവിടെ ആയിട്ട് വെക്കാം. ഓക്കെ, ഇതെന്ത് പറ്റി? അയ്യോ, ബഗ് അടിച്ച് ഗൈസ്. ഇതെന്തു കാണിച്ചേ? എന്ത് ചെയ്യും? അവിടെ വെക്കാൻ പറ്റും. അവിടെ വെച്ചിട്ട് ഓക്കെ, നമ്മളവിടെ എടുത്തിട്ടുണ്ട്. നമുക്ക് പിന്നെയും അത് തന്നെ. എന്തോ ചെയ്യണം? അയ്യോ, മറന്നുപോയി. അതിൽ ഞെക്കണമല്ലോ. ഓക്കെ, നമ്മൾ ഞെക്കിയിട്ടുണ്ട്. നമ്മൾ ഇതും വെച്ചിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ഇതുകൊണ്ട് കളയാം. നമ്മളങ്ങനെ ഇത് കളയാൻ പറ്റുന്നുണ്ട്. അവിടെ സ്റ്റോർ ലെവൽ 1 ഉള്ളു ഗൈസ്. 1. നമുക്ക് ഇപ്പോൾ ബ്രെഡ് ഉണ്ട് ഗൈസ്. ബ്രെഡും കൂടെ വെക്കാം. അത്രയും സാധനം നമുക്ക് മേടിക്കാവുള്ളൂ. നമ്മുടെ ഇതിന് 6 രൂപ ഉണ്ട്. 6 രൂപ. നമ്മൾ റിച്ചാണ് ഗൈസ്. നമ്മൾ ഭയങ്കര റിച്ച്. 6 രൂപയൊക്കെ ഉണ്ട്. എന്താ പറയുക, നമ്മുടെ ഇപ്പോൾ 6 രൂപയുണ്ട്. നമ്മളിപ്പോൾ അത്യാവശ്യം നല്ല റിച്ചാണ്. ഓക്കെ ഗായ്സ്, നമുക്കിതിന് പ്രൈസ് സെറ്റ് ചെയ്യണം. ഓക്കെ, നമുക്കിപ്പോൾ പ്രൈസ് സെറ്റ് ചെയ്യാം. നമുക്ക് പ്രൈസ് സെറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ ഉള്ള പ്രൈസാണ്. നമ്മൾ 5 രൂപ ഇട്ടിട്ടുണ്ട് ഗൈസ്. നമ്മുടെ പിന്നെ ഭയങ്കര കത്തിയാണ്. നമ്മുടെ അവിടെ GST ഉണ്ട് ഗൈസ്. മാർക്കറ്റ് പ്രൈസ് 3.7. നമുക്കിപ്പോൾ ഒരു 4-ന് വിൽക്കാം. അതല്ലേ അത് ലാഭമായ. അത് ഒരു കുഴപ്പമില്ല. നല്ലപോലെ. മാർക്കറ്റ് പ്രൈസ് 4-9. ഇത് 4-9 കൊടുക്കാം. ഓക്കെ, നമുക്ക് ഇത് പാസ്ത ഇതും 4-ന് കൊടുക്കാം. ഇതെല്ലാം പോകാമല്ലോ. ഈ 4 രൂപക്ക് വിറ്റാൽ നല്ല കച്ചവടം എല്ലാം കാണുക ഗൈസ്. കട തുറക്കാനാണ് ചെയ്തത്. നമ്മൾ കട ഇപ്പൊ തുറക്കും. ഓക്കെ, നമ്മൾ കട തുറന്നിട്ടുണ്ട്. ഈ ചേച്ചി വാ ചേച്ചി. ചേച്ചി ഫസ്റ്റ് കസ്റ്റമർ നമ്മുടെ ഈ ചേച്ചിയാണ്. കസ്റ്റമർ ആ സംഭവം ഈ ചേച്ചിയാണ്. നമുക്കപ്പം ഇത് 2 കൊടുക്കാം. ഇവര് പൈസ തന്നു. നമുക്ക് തിരിച്ച് എത്ര രൂപ കൊടുക്കണം? 2 രൂപ കൊടുക്കണം. 2 രൂപ അല്ല, $2. വേറൊരു ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. ഇയാൾ കാർഡ് പേയ്മെന്റ് ആയി ഗൈസ്. ഇയാൾ 8 രൂപക്കാണ് മേടിച്ചിട്ടുണ്ട്. 8 രൂപ നമുക്ക് അടിച്ചുവിട്ടേക്കാം. ഓക്കെ, ഇയാളും കാർഡാണ് ഗൈസ്. ഇപ്പോഴത്തെ എല്ലാവരും റിച്ച് ആണല്ലോ. നമുക്കാണ് മറ്റേതാ ഇഷ്ടം. പൈസ കൊടുക്കുന്ന ഇഷ്ടം. അപ്പൊ അതാകുമ്പോൾ പൈസ ആകുമ്പോൾ നല്ല രസം കൊടുക്കാൻ. ഇനി ആരും മരുന്നില്ലല്ലോ ഗൈസ്. നമ്മുടെ ഇപ്പൊ പിന്നെ $31 ഉണ്ട്.
ഏതാ നമ്മളിപ്പോ റിച്ചായി വരുന്നുണ്ട് guys. ചുമ്മാ നമുക്ക് മുടക്കിയ പൈസ പോലും തിരിച്ചിട്ടിട്ടില്ല. അതാണ്. ഓ ചാടാനൊക്കെ പറ്റും guys. സ്പീഡി ഓടാം. ഓ ഇത് കുരിപ്പ് ചേച്ചി. ഓക്കെ ഗായ്സ്, കുരിപ്പ് ചേച്ചി നമ്മുടെ കടയിൽ കേട്ടിട്ടുണ്ട്. കുരിപ്പ് ചേച്ചി എന്ത് വേണം കുരിപ്പ് ചേച്ചിക്ക്? ചേച്ചിക്ക് സൂസൂയും പാസ്തയും വേണം. കൊത്തേക്കാം $1 ഒരെണ്ണം അടിച്ച് വിട്ടിട്ടുണ്ട്. അവിടെ ഇല്ല, ഫാസ്റ്റ് ആണ്. അയാൾക്കൊന്നും വേണ്ട, ഇയാൾക്ക് തിരിച്ചു കൊടുക്കാവുന്നില്ല. ഓക്കെ ഗായ്സ്, ഇപ്പൊ നമ്മളെ $45 ആയിട്ടുണ്ട്. നമ്മൾ മുടക്കി വെച്ചിട്ടില്ല. നമുക്ക് പ്രോഡക്റ്റ് ലൈസൻസ് ഒക്കെ എടുക്കാം മാർക്കറ്റിൽ നിന്ന്. പിന്നെ ലോൺ എടുക്കാൻ പറ്റും ഗൈസ്. ലോൺ എടുക്കണം? വേണ്ട ലോണൊക്കെ നമ്മൾക്ക് ഇപ്പൊ ഒന്നും ലോൺ വേണ്ട. ലോണൊക്കെ കുറച്ചുകൂടെ വലുതായിട്ട് ലോൺ എടുക്കാം. ഈ അണ്ണൻ വന്നിട്ടുണ്ട്. അണ്ണൻ ഒരു ബ്രെഡും എന്തോ ഫ്ലോർ അങ്ങോ മേടിച്ച് $8. ഓക്കെ ഗായ്സ്, അങ്ങനെ നമ്മുടെ കച്ചവടം ലാഭത്തിലോട്ട് വന്നിട്ടുണ്ട്. നമുക്കിപ്പം എത്ര രൂപ, കുറച്ച് രൂപ ലാഭമൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ എത്ര രൂപയ്ക്കായിരുന്നു? നമ്മുടെ മിച്ചം $6 ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മുടെ 53 രൂപയുണ്ട്. ഏതാ നമ്മൾ തന്നെ വലിയവൻ. ഓക്കെ, കസ്റ്റമർ ചെക്ക്. നമ്മുടെ ഇവിടെ കസ്റ്റമർ ഒന്നുണ്ട്. കസ്റ്റമർ ഇവൻ കാർഡ് പേയ്മെന്റ് ആണ്. നമുക്കപ്പം കൊടുക്കാം ഗേൾസ്, കൊടുക്കാം. പ്രൈസിങ് ഒക്കെ പറയുന്നു. എന്ത് പറയാനാ, നമ്മൾ കുറച്ചാളെ വീഡിയോ ഇട്ടിട്ട് എന്ത് പറയാനാ, പരീക്ഷേന്റെ ഒക്കെ തിരക്കായിരുന്നു. എന്നാലും നമ്മൾ പരീക്ഷേന്റെ ഇടക്ക് വീഡിയോ ഇട്ടായിരുന്നു, അത് വേറൊരു കാര്യം. സീരിയല് നമ്മൾ പുതിയതായിട്ട് ബുക്ക് ചെയ്ത ഗൈസ്. ഇത് നമുക്ക് ഇവിടെ വെച്ചിട്ട് ഓട്ടത്തെ പ്രൈസ് വെച്ചാൽ നമുക്കിത് ത്രോ ചെയ്യാൻ പറ്റില്ല. അയ്യോ, താഴത്തോട്ട് പോയി. പെട്ടെന്ന് അവിടെ ത്രോ. ഇങ്ങനെ പ്രൈസ് വെച്ച് അതിന്റെ ഇതിന് $6. അത്രേ ഉള്ളു. നമ്മള് പറയുന്ന അവിടുത്തെ വിധമില്ല, അവരായി. ഓക്കെ ഗൈസ്, നമ്മൾ പിന്നെ നമ്മുടെ ഇത് നക്ഷത്രത്തിലോട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ഇപ്പൊ $1 ഉണ്ട് ഗൈസ്. $1. നമ്മള് മുടക്കിയ പൈസ തന്നെ പിന്നെയും കളഞ്ഞിരിക്കുവാണ്. നമുക്ക് എത്ര $6 കണ്ട് ലാഭം കിട്ടിയായിരുന്നു. നമ്മളെ പിന്നെയും കളഞ്ഞിട്ടുണ്ട്. അത്ര 3-4 രൂപ ലാഭം കിട്ടിയായിരുന്നു, അതും കളഞ്ഞു. അയ്യോ, ചേച്ചി എണ്ണ എടുക്കുന്നതിന് മുമ്പ് പ്രൈസ് കിട്ടി. ചേച്ചി എണ്ണ എടുക്കല്ലേ. $5. ഓക്കെ, നമുക്കിനി ഇവർക്ക് ബില്ലടിക്കാം ഗൈസ്. ബിൽ ഇയാൾക്കൊന്നുമില്ല. ഇയാള് എത്ര രൂപയാ? 11 എത്ര രൂപയാ? 11 രൂപ തിരിച്ചു കൊടുക്കണം. ഈ ചേച്ചി ഇത് വെച്ചൊക്കെ എത്ര രൂപ കൊടുക്കണം? 41 രൂപ. $1 കൊടുത്തിട്ട് ഇവര് ഇറങ്ങിപ്പോ. ഇയാള് കാർഡ് പേയ്മെന്റ് ആ ഗൈസ്. പിന്നെ ഇത് വേറെ ചടങ്ങ് പിടിച്ചിട്ടുണ്ട്. നമ്മളെല്ലാം 1 ഡിജിറ്റ് നമ്പർ ആയതുകൊണ്ടാണ് നമുക്കിങ്ങനെ പെട്ടെന്ന് ബില്ലടിക്കാൻ പറ്റുന്നത്. അടിയില ചില്ലറ ഉണ്ടാ, നമുക്കിപ്പോ $2 കൊടുത്തു നോക്കാം. ഓക്കെ, $2 കൊടുക്കാനും പറ്റും ഗൈസ്. നമ്മള് പൈസ കൂട്ടി കൊടുക്കാനും പറ്റും. നമ്മൾ പറയുന്നത് അടിയില ചില്ലറ ഉണ്ടാ, നമ്മുടെ പ്രൈസ് ചെയ്യാൻ ഇപ്പം 5.75 എന്നൊക്കെ ഇട്ടാ ഭയങ്കര പാടാ ഗൈസ്. നമ്മളപ്പോ അവർക്ക് ബാക്കി ഇപ്പൊ അവര് $50 വന്നാ നമുക്ക് നല്ല ടാസ്ക്. അപ്പൊ നമ്മള് അതുകൊണ്ടാണ് ഗൈസ് ഞാൻ ഇങ്ങനെ ഇടുന്നത്. 2 ഡിജിറ്റ് അല്ല 1 ഡിജിറ്റ് നമ്പർ ഇടുന്നത്. ഇപ്പൊ ഒരെണ്ണത്തിന് സീരിയലിന് ഇപ്പൊ നമ്മൾ $5 ഇട്ടാ, അപ്പൊ അതിനിപ്പം 5.75 എന്നിട്ടാ നമുക്ക് ബില്ലടിക്കാൻ ഭയങ്കര പാടാ ഗൈസ്. ഒക്കെ നമുക്ക് മ്യൂസിക്കിനൊക്കെ നമുക്ക് പൈസ കൊടുക്കണം. അതുകൊണ്ടാണ് ഗൈസ്. ഇല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഇടത്തുള്ളു. ടാസ്ക് അത് ബില്ലടിക്കാൻ ഭയങ്കര പാടാ. നമുക്കൊരു ബില്ലിലെ കീപ്പറൊക്കെ വരുമ്പോ നമുക്ക് സെറ്റാക്കാം. നമുക്ക് പ്രോഡക്റ്റ് ലൈസൻസ് ഒരെണ്ണം എടുക്കണം. ഓക്കെ ഗൈസ്, $56 ആയിട്ടുണ്ട്. എന്തായാലും നഷ്ടമാണ്, മുടക്കിയത് നമുക്ക് തിരിച്ചിട്ടിട്ടില്ല. ഓക്കെ, ഇപ്പൊ എത്ര മണി? 5:15 ആയിരുന്നുണ്ട്. 5:15 കഴിഞ്ഞു, ഇപ്പൊ 5:20 ഇവർക്കല്ല കട. അയ്യോ ഗൈസ്, നമ്മുടെ എന്തോ തീർന്നിട്ടോ? നമ്മുടെ ഫ്ലോർ തീർന്നു ഗൈസ്, നമ്മുടെ ആട്ട തീർന്നു. അയ്യോ, അവര് പറഞ്ഞ ഫ്ലോർ ഒന്നും ഇവിടെ കാണാൻ പറ്റുന്നില്ല. എന്ത് കഷ്ടമല്ലേ. $14 നമുക്ക് പെട്ടെന്ന് ഒരു ഫ്ലോർ മേടിക്കാം. ഇല്ല, ഇവര് നമ്മുടെ കടയിൽ ഒരു ബാഡ് റേറ്റിംഗ് കൊടുക്കും. കച്ചവടം കിട്ടാതോ, നമ്മളെ കരിയർ നശിക്കും.
നമ്മള് സൂപ്പർ മാർക്കറ്റ് കടയും കൊണ്ടാണ് പോകുന്നത്. ഇവിടെ കരിയർ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വള്ളിയാവും. നമുക്കൊരു മൈദ മേടിക്കാം. മൈദ മേടിച്ചിട്ട് ഇപ്പൊ നമ്മുടെ സ്റ്റില്ല് 71 രൂപയുണ്ട്. അയ്യോ കസ്റ്റമർ വെയിറ്റിംഗ്. അയ്യോ ഇത് എറിഞ്ഞ് കളഞ്ഞു ഗൈസ്. ഞാൻ എന്ത് വയ്യാത്ത അപ്പുറത്തൊക്കെ സുഖമല്ലേ നോക്കിയതാണ്. ഓക്കെ എടുത്തിട്ടുണ്ട്. ട്യൂട്ടോറിയൽ ടേൺ ഓൺ ലൈറ്റ്സ് ഫോർ യൂസിങ് സ്വിച്ച് ഓൺ. നമ്മൾ അതൊക്കെ ചെയ്തിട്ടുണ്ട് ഗൈസ് ഓൾറെഡി. ഇത് എറിഞ്ഞ് കളഞ്ഞിട്ട് നമുക്ക് ഇതിനകത്ത് ചോദിക്കാം. ഓക്കെ നമുക്ക് 2 ഇതും അതും അല്ല ചെയ്യുന്നൊക്കെ ആയിരുന്നു. ബ്രെഡും പാസ്റ്റയും മേടിക്കാം. 8 രൂപ. പിന്നെ ഇവര് കാർ പേയ്മെന്റ് എത്ര രൂപ? 6 രൂപ 6 0 6 ഇട്ടിട്ടുണ്ട് നമ്മള്. ഓക്കെ എന്ത് 5 രൂപ. നമ്മളിങ്ങനെ പരീക്ഷ ആയതുകൊണ്ടാണ് ഇത്രയും കുറച്ച് നാൾ നമ്മൾ ഡിലേ ആയത്. ഇല്ലെങ്കിൽ നമ്മൾ 1 രൂപ മിച്ചം കൊടുക്ക്. ഓക്കെ ട്യൂട്ടോറിയൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യില്ല. പക്ഷെ നമ്മൾ ലൈറ്റ് ഓൺ ആക്കിയേ. നമുക്കിത് അറിയാവുന്നതുകൊണ്ട് നമ്മൾ നേരത്തെ ലൈറ്റ് ഓൺ ആക്കിയായിരുന്നു. ചീരിപ്പ ട്യൂട്ടോറിയൽ കാണിച്ചേക്കുന്ന ആൾക്കാരില്ലല്ലോ. 8:45 നമുക്ക് ആ ട്യൂട്ടോറിയലൊക്കെ കംപ്ലീറ്റ് ചെയ്തേക്കാം. ഓക്കെ നമ്മളെ ട്യൂട്ടോറിയൽ അങ്ങ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എല്ലാ ഓക്കെ ഗൈസ് നമ്മൾ 109 രൂപയുണ്ട്. കണ്ട നമ്മള് പറഞ്ഞല്ലേ നമുക്ക് ലാഭം കിട്ടുമെന്ന്. ലാഭം കിട്ടി. വമ്പിച്ച ലാഭം ഇപ്പൊ നമുക്ക്. എന്താ പറയാനാ നമ്മളെ ചെറിയ സീനാന്ന് അറിയാലോ. കസ്റ്റമർ ഇയാൾക്ക് 2 ബ്രെഡും 2 എണ്ണയും വേണം. ഒബ്ജക്റ്റീവ് ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല. നമ്മള് 22 പേരെ ഇതുവരെ നമ്മള് ബില്ലടിച്ചു വിട്ടിട്ടുണ്ട്. 9 മണിയാകുമ്പോ കട ക്ലോസ് ചെയ്യാൻ കഴിയും. കുറച്ച് സാധനം 127 രൂപയുണ്ടേ. ലാഭമാണേ. നമുക്ക് കുറച്ച് സാധനമൊക്കെ ബുക്ക് ചെയ്യാൻ കഴിയും. ഒക്കെ എല്ലാം ബുക്ക് ചെയ്യുമ്പോ എത്ര രൂപ? ഓക്കെ 9 മണി കഴിഞ്ഞാൽ ബുക്ക് ചെയ്യാൻ പറ്റത്തില്ല. 93 രൂപ ഉള്ളു. അപ്പൊ നമുക്ക് ലാഭമോ ഗൈസ്. നമുക്ക് നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. പ്രൊഡക്ട്സ് നോട്ട് ഫൗണ്ട് ഒരാൾ മാത്രം. ഓക്കെ നമുക്ക് ഫസ്റ്റ് തന്നെ സാധനം ബുക്ക് ചെയ്യാം. നമുക്കിത് എന്തുവാ 93 രൂപ ലാഭം. 30 രൂപ നമുക്ക് ലാഭമുണ്ട് ഗൈസ്. 30 രൂപ ലാഭമുണ്ട്. 30 രൂപക്ക് നമുക്ക് നല്ല ലാഭമാണ് ഗൈസ്. നമ്മൾ ബിഗിനർ ലെവലിൽ 30 രൂപ ലാഭം എടുത്താൽ നമ്മൾ ആരാ? നമ്മൾ മനുഷ്യർ തന്നെയാണ്, മാറത്തൊന്നുമില്ല. ഒരെണ്ണം വെച്ചിട്ടുണ്ട്. നമുക്ക് അവിടെ ചെന്ന് അടുക്കി വെക്കാം. ആ പഴയ ബോക്സ് ഒക്കെ കൊണ്ട് കളയണം. നാളെ വല്ലതും കളയാം. ഇല്ല ഇന്നല്ല കളയാം. ഓക്കെ അടയ്ക്കാൻ മറന്നുപോയി. നമുക്ക് ഇതേ പിന്നെയും തുറക്കുന്നു. തെക്കോട്ട് ഇച്ചിരി വലുത് വെച്ച് നമുക്ക് ഒതുക്കി നോക്കാം. പ്ലേസ്. ഓക്കെ നമ്മൾ അവിടെ വെച്ചിട്ടുണ്ട് ഗൈസ്. കീ ബോക്സ് നമുക്കൊണ്ട് കളയാം. നമുക്കത് മറിച്ചിടാം. വീണില്ല. നമുക്ക് പെട്ടെന്ന് നമുക്ക് സമയമില്ല. നമുക്ക് പെട്ടെന്ന് കളയാം ഗൈസ്. ഓക്കെ ഇത് സൂസു ഷുഗർ. അയ്യോ ബട്ടൺ മാറിപ്പോയി ഗൈസ്. നോക്കിയ നമുക്ക് സൂസ് ഇവിടെ വെക്കാം. സൂസ് 2 എണ്ണം മിച്ചം വന്നു ഗൈസ്. നമുക്ക് അതിന്റെ മേളിൽ വെക്കണ്ട. അതിന്റെ മേളിൽ വെക്കുമ്പോൾ നമ്മൾ എടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ട്. പാസ്ത എടുക്കാൻ നമ്മളെ കുറച്ച് ബുദ്ധിമുട്ട്. അതാകുമ്പോൾ നമുക്ക് റീഫിൽ ചെയ്യാൻ വേണ്ടത് എളുപ്പമായി. എളുപ്പം നമുക്ക് അതിൻ്റെ അടി ആകാശത്തേക്ക് അതെന്താണ് ഇങ്ങനെ? നമുക്ക് ഫ്ലോർ നമ്മൾ ഇന്നലെ വെച്ചോണ്ട് അതൊന്നും വേണ്ട. എന്നാലും നമ്മൾ ബുക്ക് ചെയ്തപ്പോൾ എല്ലാം ബുക്ക് ചെയ്തയാ. ഓക്കെ നമുക്ക് ഇതിവിടെ ഒതുക്കി വെക്കാം. പിന്നെ നമ്മൾ ഒരു യൂസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് എത്ര ലെവലായി? നമ്മുടെ സ്റ്റോർ ലെവൽ 2 ആയിട്ടുണ്ട് ഗൈസ്. ഓക്കെ നമുക്ക് ആകാശത്തേക്ക് എടുക്കാം. ആകാശത്തേക്ക് എന്തുവാ? ഓക്കെ എണ്ണ. നമുക്ക് എണ്ണ കൊണ്ട് വെക്കാം. എണ്ണ ആൾക്കാർ കുറച്ചേ മേടിച്ചുള്ളൂ. കാര്യം നമ്മുടെ എണ്ണ അവസാനമാണ് ആക്കിയത്. അപ്പൊ എണ്ണ ഉണ്ട്. നമുക്ക് എണ്ണ ഇപ്പുറത്ത് വെക്കാം. അയ്യോ അടക്കാൻ മറന്നു ഞാൻ. അടയ്ക്കാം ഗൈസ്. പിന്നെയും തുറന്ന് നമുക്ക് ഇച്ചിരി കൂടെ ചേർന്ന് ഇത്തിരി നൈസ്.
നമ്മൾ മൊത്തം പെർഫെക്ഷൻ്റെ ആളാണ് ഗൈസ്. നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് വെക്കത്തുള്ളൂ. പിന്നെ ഏതാ രണ്ടെണ്ണം കൂടെ ഉള്ളു. സിറിയലുണ്ട്. സിറിയൽ അധികം പോയി കാണത്തില്ല. അയ്യോ ഇത് അറിഞ്ഞ കളഞ്ഞ്. സിറിയലൊക്കെ പൊട്ടിപ്പോയ നാട്ടുകാർ മേടിക്കത്തില്ല. ഈ ഇത് കഷ്ടമായത് ബട്ടം മാറിപ്പോണ്. ആ ഓക്കെ സെറ്റ്. സീരിയൽ ഒരെണ്ണേ പോയിട്ടുള്ളൂ ഗൈസ്. ഇല്ല 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 സീരിയലൊക്കെ വിറ്റ് പോയി കേട്ടാ. നമ്മൾ വിചാരിച്ച ഒരു സീരിയലേ വിറ്റിട്ടുള്ളൂ. സീരിയലൊക്കെ പോകുന്നുണ്ട്. ഓക്കെ നമുക്ക് നീക്കി വെക്കാം. അയ്യോ അതെന്താണത് അവിടെ കല്ലിരിക്കുന്നത്? ഒരു കുറച്ച് തെക്കോട്ട് തെക്ക് ഏതാ വളക്കാന്ന് നമുക്കറിയത്തില്ല. ആ സെറ്റ്. ആ ഓക്സം കളഞ്ഞു വെക്കാം. എന്തിനാ നമ്മൾ വെച്ചിട്ടൊന്നും നമുക്കൊന്നും അറിയത്തില്ലല്ലോ. പിന്നെന്തിനാ അവസാനം ഒരു സാധനം ഉണ്ട്. എന്തുവാ ബ്രെഡ്. അയ്യോ ബ്രെഡ് എടുത്ത ബ്രെഡ് കൈവച്ച് ഇത് ബട്ടൺ മാറിപ്പോണ് കൈസ്. ചുമ്മാ അതാ പ്രശ്നം. ബട്ടൺ നമ്മൾ ഏതാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ച് മാറിപ്പോണ്. ബ്രെഡ് ഒന്നുമില്ല. ബ്രെഡ് ഒരെണ്ണം മിച്ചം വരും അവസാനം. ബ്രെഡ് നല്ല അച്ചോടെ വരുന്നത്. നമുക്ക് കടയ്ക്ക് പേരൊക്കെ കൊടുക്കണം. അതൊക്കെ പിന്നെ കൊടുക്കാം. ഓക്കെ അങ്ങനെ വെച്ചിട്ടുണ്ട്. എല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗായ്സ് നല്ല നേച്ചറാണ്. നമുക്ക് ഇവിടെ പോയി നോക്കാം. ഓ ഇതാണ് നമ്മുടെ കട. ഇത്രയും വലിയ സ്ഥലത്ത് ഒരു കൊച്ചു കടയാണ് നമുക്ക്. ഇപ്പൊ നമ്മള് സ്റ്റിൽ ലാഭത്തിലാണ്. 30 നമുക്ക് ലാഭം ഉണ്ട് ഗൈസ്. 30 രൂപ. അങ്ങനെയൊക്കെ ചോദിച്ചാൽ എങ്ങനെ ശരിയാവും? നമുക്ക് നഷ്ടമുണ്ട്. കട തുടങ്ങിയതല്ലേ ഉള്ളു. ലാഭത്തിൽ പറയും വണ്ടേ ഒരു നാൾ. അപ്പോ ഗായ്സ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. പുതിയ വീഡിയോ പെട്ടെന്ന് തന്നെ കാണാം. പീസ് ഔട്ട്.